ക്യാപ്റ്റൻ സല്യൂട്ട് ഭാരത്. സല്യൂട്ട്. ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അങ്ങയുടെ ദൗത്യങ്ങളിൽ 5ാമത്തെ മഹായാഗം പൂർത്തിയാക്കി. എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. കാര്യം ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ കണ്ട ഫീഡുകൾ മാത്രമാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 5000 കിലോമീറ്ററിന് ഉപരിയായി ഗാങ്ടോക്ക് പോലൊരു സ്ഥലത്ത് ഇത്രയധികം ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കേരളത്തിൽ നിന്ന് പോകുന്നൊരു സംരംഭം അവിശ്വസനീയമാണ്. ഏതായാലും അത് സംഘടിപ്പിച്ചതിൽ അത് വിജയകരമായി പൂർത്തിയാക്കിയതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. താങ്ക് യു. ഗംഭീരായി, അതിഗംഭീരായി പരിപാടി. കാരണം അല്ല, ഇനി വിശേഷങ്ങളാണ് കേൾക്കുന്നത്. മഹായാഗമാണല്ലോ നടന്നത്. അതെ, അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ നമ്മൾ ഈ കണ്ട് മാത്രമാണ്, അത് നേരിട്ട് കേൾക്കുന്നതോ അതിനൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമല്ലോ. ഞാൻ നമ്മുടെ അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉം. ഞാനൊരു 100-150 പേരെയാണ് പ്രതീക്ഷിച്ചത്. കാരണം 3000 കിലോമീറ്റർ ഉണ്ട്, 5000 അടി ഉയരെയാണ്. അതുമാത്രമല്ല, അടുത്ത റെയിൽവേ സ്റ്റേഷനും അടുത്ത എയർപോർട്ടും 6 മണിക്കൂർ യാത്രയുടെ അപ്പുറമാണ്. ഉം. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലോ എയർപോർട്ടിൽ ഇറങ്ങിയാലോ 6 മണിക്കൂർ ബൈ റോഡ് യാത്ര ചെയ്യണം. ഉം. വേറെ എവിടെയും നമുക്ക് അങ്ങനെ, ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ എയർപോർട്ട് അടുത്ത് വരാം, അല്ലെ അവിടെ അങ്ങനെയാണല്ലോ. അപ്പോൾ അത്രയും, അതും ഹെയർ പിൻ വഴി കൂടെ യാത്ര ചെയ്യണം. ഉം. അപ്പം അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഉം. പിന്നെ നല്ല തണുവുണ്ട്, അതെ. ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഉം. ചില ചില പോയിന്റിലേക്കൊക്കെ പോയാൽ ഓക്സിജൻ്റെ അളവ് കുറവുള്ള സ്ഥലം, ഉം. അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഉം. തിരക്കുള്ള മനുഷ്യരാണ്. ഉം. ഒഴിവാക്കെങ്കിൽ 100 കാരണം പറഞ്ഞിട്ട് അതെ. ഒഴിവാക്കാം. അതെ. പക്ഷെ അവിടെ 1000-ന് മേലെ ആൾക്കാർ ഉം. എത്തിച്ചേരുകയാണ് ചെയ്യണത്. ഉം. ഉം. അത് എന്താ പറയുക, അതൊരു ആവേശമാണ്. ഉം. എല്ലാ മാർക്കറ്റ് ആൾക്കാർക്കുള്ള ആവേശമാണ്. മുരുകൻ ഡ്യൂട്ടി ചെയ്യാനുള്ള ആവേശമാണ്. ഭാരതത്തിന് വേണ്ടി ഡ്യൂട്ടി ചെയ്യാനുള്ള ആവേശമാണ്. ഉം. അത് ഗംഭീരമായിട്ട് എല്ലാവരും എത്തി. വിശിഷ്ട അതിഥികളെത്തി. ഉം. നമ്മുടെ അമൃതാനന്ദാശ്രമത്തിൽ നിന്ന് ജഗ്ഗുസ്വാമി പോലുള്ള ബഹുമാനപ്പെട്ട ആൾക്കാർ വന്നു. മോഹൻജി വന്നു. ഉം. ഡൽഹി മിനിസ്ട്രിയിലുള്ള വർക്ക് ചെയ്യുന്ന ഒരുപാട് IAS ഓഫീസർമാർ വന്നു. ഉം. ആർമിക്കാർ, സിക്കിമിൽ നിന്ന് ആർമി ക്യാമ്പിൽ നിന്ന് ഒരുപാട് പേര് വന്നു. സിക്കിം ഗവൺമെൻറ്റിൽ നിന്ന് പ്രതിനിധികൾ വന്നു. നമ്മൾ വിചാരിക്കാത്തത് വലിപ്പം കൂടിക്കൂടി അതിഗംഭീരമായിട്ട് ഉം. തമിഴ് മുറയിൽ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് തഞ്ചാവൂരിൽ നിന്ന് 10 ആൾക്കാർ, പൂജാരിമാർ, നമ്മുടെ സ്ഥിരം വരുന്ന ശരവണയ്യ ടീമാണ്. അവർ വന്ന് രാത്രിയിൽ, ഉം. എന്താ പറയുക, രാത്രി 12 മണിക്കൊക്കെയാണ് കഴിയണം, 1 മണിയൊക്കെ. പവർഫുള്ളായി ഭഗവാന്റെ അനുഗ്രഹത്തിൽ അത് ചെയ്തു. ഒരുപാട് സന്തോഷം തോന്നി, അത് പറയാ. ആത്മീയാഗം അതിന്റെ ഉദ്ദേശം നമ്മുടെ രാജ്യത്തെ കാക്കുന്ന സൈന്യത്തിന് കൂടുതൽ ആത്മവിശ്വാസവും ധൈര്യവും ശക്തിയും പകരുന്നതിന് വേണ്ടിയിട്ടാണ് നടത്തിയത്. എത്രത്തോളം ആ പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഈ യാഗത്തിന് ശേഷം അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഞാൻ അതുമാത്രമല്ല, നമ്മുടെ സേനയ്ക്ക് അതിൻ്റെ പവർ കിട്ടാൻ, ലോകത്തെ ഏറ്റവും നല്ല സേനയായിട്ട് മാറാൻ, അതിൻ്റെ ഗാംഭീര്യം കിട്ടാൻ മാത്രം അതുണ്ട്. അതോടൊപ്പം ഭാരതം ലോകം നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം, ഉം. മുരുകന്റെ അനുഗ്രഹത്തിൽ. ഉം. ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആവുകയാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ, ഡീപ് സ്റ്റേറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് ആണ്. ഫുൾ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷനാണ് ഡീപ് സ്റ്റേറ്റ്. അവരൊരിക്കലും അവകാശങ്ങൾ പറയില്ല. ഞങ്ങളാണ് ചെയ്ത്, ഞങ്ങളാണ് ഈ രാജ്യത്ത് ഇത് ചെയ്ത്, ഈ രാജ്യത്ത് ഇത് ചെയ്ത്, ഞങ്ങളുടെ കൺട്രോളിലാണ് ഇവരൊക്കെ ഉള്ളതെന്നൊന്നും പറയാറില്ല. പക്ഷെ അണ്ടർഗ്രൗണ്ടിലാണ് അവരുടെ തീരുമാനം. ഈ അടുത്ത കാലത്ത് ഭാരതത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടാണ്. ഒരിക്കലും അവകാശവാദങ്ങൾ ഉന്നയിക്കാറില്ല. അജ്ഞാതം കൊല്ലുമ്പോഴും ഭാരതം എന്ന് പറയാറില്ല. പല ഓപ്പറേഷനുകൾ നടത്തുമ്പോഴും ഭാരതം എന്ന് പറയാറില്ല. അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ അതിൻ്റെ പവർ, അതായത് ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് ലോകം നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലത്തേക്കുള്ള യാത്രയുടെ തുടക്കം May 1 ആരംഭിക്കണം മുരുകന്റെ അനുഗ്രഹത്തിൽ. ആ മുരുകൻ ദേവസേനയുടെ അനുഗ്രഹത്തിൽ ഭാരതം ഡീപ് സ്റ്റേറ്റ് ആവുന്നതിൻ്റെ തുടക്കം ആ ദിവസം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അധ്യയനം ചെയ്തത്. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും ഭാരത ഓരോ രാജ്യങ്ങളിൽ എങ്ങനെ നമുക്കപ്പോൾ അറിയാം. യു എനെ ഒപ്പക്കുന്ന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു ഈ ദിവസങ്ങളിൽ. അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ നമ്മൾ ഇനി അറിയാൻ പോകണുള്ളൂ. ഓയിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും, വില കുറവിൽ കിട്ടും, ഇന്ത്യൻ റുപ്പീസിൽ പോലും ചെയ്യാൻ പറ്റും. അങ്ങനെ, അതായത് അത്തരം ചില അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസുകൾ ഇനി മറ്റൊരു സംഭവം ഇന്ന് നടന്നിട്ടുണ്ട്. അമേരിക്ക പതുക്കെ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഒരു ലക്ഷ്യമില്ലാണ്ട് നേടാണ്ട് അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ച ഒരു പക്ഷെ 2ാമത്തെ സംഭവമായിരിക്കാം. ലിസ്റ്റ് ഒരുപാടുണ്ട്. വിയറ്റ്നാമാണ് നമ്മുടെ മുമ്പിൽ കിടക്കണ ഒരു സാധനം. വിയറ്റ്നാമിൻ്റെ അടുത്ത് പിന്നെ ഇപ്പോഴാവും നമ്മള് അതിനുശേഷം ഞാൻ പറയണത് ഇപ്പോൾ, അതായത് ഒന്നും പറയാണ്ട് അവസാനിപ്പിച്ച് പോരേണ്ട ഒരു ലക്ഷ്യം ഇപ്പോഴാവും. അതിൻ്റെ, അതായത് ഡീഡോളറേഷൻ എന്നുള്ള വാക്ക് ലോകം മുഴുവൻ പ്രചാരത്തിലാവണം, മുദ്രാവാക്യമാവുന്നു. അപ്പോൾ ഇത്തരം
ഇതിൻ്റെ ഇടയിൽ കൂടെ ഭാരതം അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷനോടുകൂടി ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഉം. തുടക്കം അല്ല മെയ് എനിക്ക് 1. മനസ്സിലാകാത്തത് ഈ ട്രംപ് എപ്പോഴെങ്കിലും ഒക്കെ ഇതേപോലെ കുരുക്കി ചെന്ന് ചാടുമ്പോൾ നേരെ മോദിജീനെ വിളിക്കും. എൻ്റെ സുഹൃത്തെ സുഖമാണോ എന്നൊക്കെ തിരക്കും. അത് കഴിയുമ്പോൾ പുള്ളി എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഒരു ഒത്തുതീർപ്പ് സന്ധിയിലേക്ക് എത്തുന്നത് കാണാം. എന്താണ് രണ്ടുപേരും സംസാരിച്ചതെന്ന് ആരോടും പറയത്തുമില്ല. അത് എന്താ പറയുക, എപ്പോഴും മോദിജി അങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട്. എവിടെയും ഉം. അവകാശവാദം ഭാരതം ഇപ്പം എവിടെയും അവകാശവാദങ്ങൾ ഉന്നയിക്കാറില്ല. ഉം, ഉം, ഉം. അത് ഈ പറഞ്ഞ അതാണ് ഡീപ് സ്റ്റേറ്റിന്റെ ശല്യം. മെല്ലെ മെല്ലെ ഭാരത ഡീപ് സ്റ്റേറ്റിന്റെ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. ഉം. അപ്പൊ ആ ഒരു പവർ അഗ്നി, ആ ഒരു എനർജിയുടെ തുടക്കമാണ് നമ്മൾ മെയ് 1 കാണുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഭാരതം എങ്ങനെ ലോകത്തിനെ മുരുകന്റെ അനുഗ്രഹത്തോടെ നിയന്ത്രിക്കാൻ പറ്റണം എന്നുള്ളത്. എനിക്ക് കൗതുകകരമായിട്ട് മറ്റൊരു സാധനം നമ്മുടെ LMRKയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടു. ഒരു സൈനിക കമാൻഡർക്ക് പൂജിച്ച വേരും തീർത്ഥജലവും ഒക്കെ കൈമാറുന്നു. അത് അതിർത്തികളിൽ സ്ഥാപിക്കാനൊക്കെ പോകും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിക്കും അതൊരു ഭയങ്കര അത്ഭുതമായ കാര്യമാണ്. ഉം. 2-3 കാര്യമുണ്ടായി. ഞാൻ സിക്കിമിൽ പോയിട്ട് ഉം. ചോള പാസിലേക്ക് പോകണം എന്നുള്ള ഉം. ഒരു ഇതുണ്ടായി. ചോള പാസിൽ പോയിട്ട് മുരുകനെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് യാഗം നടത്തണം. ഉം. പാസും കിട്ടില്ല, സാധാരണഗതിയിൽ കിട്ടില്ല. ഉം. പക്ഷെ നമുക്കത് ആർമിന്ന് ആ പാസ് അവരെ അനുവദിച്ച് തന്നു. ഉം. ശരിക്കും നമുക്ക് ഡൽഹിയിൽ നിന്നൊക്കെ വിളി വന്നു. ഉം. നല്ല ആ ഒരു ഇതിൽ ബാബാ സാഹിത്യ പാസ്. പക്ഷെ അന്ന് ഞാൻ അവിടെ പോകുമ്പോൾ ചോള പാസിൽ അന്ന് മഞ്ഞ് വീണു, ഉം. വഴി അടഞ്ഞു എന്നുള്ള ഒരു ഇതാണ്. മഞ്ഞ് വീണ പിന്നെ റോഡ് മുഴുവൻ ഇതാണ്. പക്ഷെ അവിടെ എത്ര സമയത്ത് ഞാൻ ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. അവിടെ എത്തിയിട്ടില്ല. അതിന് മുമ്പായിട്ട് ഒരു ക്ഷേത്രം, മുരുകന്റെ ക്ഷേത്രം ഉം. ആർമിക്കാർ പണിതിരിക്കുന്നു. വെറും 5 മാസം മുമ്പ്, ഉം. കഴിഞ്ഞ ഡിസംബറിൽ പണി കഴിഞ്ഞിട്ടുള്ളൂ. ഉം. ഉം. വേഗം ഞാൻ ഇറങ്ങി, ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കാർത്തികസ്വാമി ടെമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഉം. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടുള്ളൂ, ലോക്ക് ചെയ്തിട്ടില്ല. ഉം. ഞങ്ങൾ തുറന്ന് ഉള്ളിൽ പോയപ്പോൾ മുരുകന്റെ വിഗ്രഹം, പഴനി മല, പഴനി രാജാലങ്കാര ഫോട്ടോ, ഉം. ശരിക്കൊരു തമിഴ് ആൾക്കാരാണ് ആർമിയിലത്തെ, ഏതോ തമിഴ് ആൾക്കാർ തന്നെയാവും മെയിനായിട്ട്. ഉം. ഉം. ആ ലെവലിൽ തമിഴ് സ്റ്റൈലിൽ ചെയ്തിരിക്കുക. ഞങ്ങൾ അവിടെ ഇരുന്ന് പൂജിച്ചു. അപ്പോൾ ഭഗവാൻ ഇവിടെയാണ് ചെയ്യേണ്ടത്, ഇവിടെ ഞാനുണ്ട്, അവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം സിക്കിമിൽ പോയപ്പോൾ ഒന്നും ഇതില്ല, ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുത്തി പൂജിച്ചു. അപ്പോൾ എന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ ഈ യാഗത്തിൽ വെച്ച് പൂജിച്ച വേലുകൾ നമ്മുടെ അതിർത്തി പ്രദേശത്ത് ഉം. ഭഗവാന്റെ എനർജി ആയിട്ടിരിക്കണം. ഉം. അത് ഭഗവാൻ പവർഫുൾ ആവണം. ഉം. ഞങ്ങൾ ആർമിക്കാരായിട്ട് ബന്ധപ്പെട്ടു. അവർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, യാഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, പൂജിച്ച വേലുകളുണ്ട്, വേലുകൾ നിങ്ങളുടെ അമ്പലങ്ങളിൽ, ആർമി ബോർഡറിലുള്ള അമ്പലങ്ങൾ, നിങ്ങളുടെ ക്യാമ്പുകളിൽ, അതിർത്തിയിലും, പിന്നെ ഇവിടെ പൂജിച്ച തീർത്ഥം അതിർത്തികളിൽ ഒഴിക്കുകയും ചെയ്യാൻ പറ്റും. അവർ സന്തോഷത്തോടു കൂടി ഉം. അത് ഏറ്റെടുത്ത് 2-3 വിഭാഗക്കാർ, ഉം. നാദുല പാസ്, ചോള പാസ് എന്നുള്ള സ്ഥലങ്ങളിൽ ഒരു ടീം, വേറെ സ്ഥലങ്ങളിൽ വേറെ, അവർ ഫുള്ളായിട്ട് അത് ഏറ്റെടുത്ത് കൊണ്ടുപോയി ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതിർത്തിയിൽ മുഴുവൻ ദേവസേനാപതിയുടെ വേല് ഫുൾ എനർജി പവറായിട്ട് ഭാരതത്തിൻ്റെ അതിർത്തികളിലുണ്ടാവും, അനുഗ്രഹമായിട്ട്. അത് മാത്രമല്ല, ഒരെണ്ണം സിലിഗുരിയിലും വെക്കുന്നുണ്ട്. ഓ, ശരി. സിലിഗുരി ചിക്കൻ നെക്ക് എന്നുള്ള, നമ്മൾ സിക്കിമിലേക്ക് പോകുമ്പോൾ ആ വഴിക്കാണ് പോവുക. ഉം. ഉം. അപ്പോൾ അവിടെയുള്ള ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, DF ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസറൊക്കെ ഞാൻ നല്ല ബന്ധമാണ്. ഉം. അപ്പോൾ ആ ആൾ മുഖാന്തരം അവിടെയും വെക്കുന്നുണ്ട്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് സ്ഥലമാണല്ലോ ചിക്കൻ നെക്ക് സിലിഗുരി, അവിടെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, ഭഗവാന്റെ ഒരു അനുഗ്രഹം ഭാരതത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ. ഈ 3 അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ പഴനിയിൽ പൂജിച്ചത് കടലിലൊഴിച്ചു, അതെ. തീർത്തൊഴിച്ചു 3 അതിർത്തി. കരയിൽ, ബാക്കി സൈഡ് കരയിൽ തീർത്തൊഴിക്കണം, വേലുകൾ ഫുള്ള് വെക്കാൻ പോകും. ഇപ്പൊ ക്യാപ്റ്റൻ ഈ ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം ഇങ്ങനെ യാദൃച്ഛികതകളുടെ ഒരു പരമ്പരയല്ല സംഭവിക്കുന്നത്. അവിടെ യാഗത്തിന് പോയ ക്യാപ്റ്റന് പെട്ടെന്നൊരു തോന്നലുണ്ടാകുന്നു, ചോള പാസിൽ പോകണം. അങ്ങനെ ഒരു ക്ഷേത്രം പോലും അങ്ങേ കാത്തിരുന്നു. അതൊരു യാദൃച്ഛികത. ഇത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമാണ്. എന്നിരുന്നാലും കൗതുകം കൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? കാരണം അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലാണ് ഇതൊക്കെ. എനിക്കിത് തുടർച്ചയാണ്. അങ്ങ് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഇത്തരം അത്ഭുതങ്ങളുടെ തുടർച്ച അദ്ദേഹം കാണിച്ചതുണ്ട്. ഞാൻ അദ്ദേഹം പറയണ വഴിക്ക് പോകണു, അദ്ദേഹം തന്നെ എല്ലാം ഒരുക്കിയിട്ടുണ്ടാവും. നമ്മളവിടെ ചെന്ന് നമ്മൾ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ള. ഇല്ലെങ്കിൽ അങ്ങ് ആലോചിച്ച് നോക്കിയാൽ, സിക്കിം എന്ന് പറഞ്ഞ പോലെ സ്ഥലത്ത് നമുക്കിവിടെ യാഗം അതിഗംഭീരമായിട്ട് രാത്രിയിൽ നടത്താനും ഇത്രയധികം ജനങ്ങൾ എത്തിച്ചേരാനും സാധാരണഗതിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ ഭംഗി അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. ഇത് എന്നിട്ട് ആ വേലുകൾ നമ്മുടെ അതിർത്തി ആർമിക്കാരെ ഏറ്റെടുത്ത് അതിർത്തിയിൽ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥലം, അത് നടക്കാൻ സാധാരണ യുക്തിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അത് നടക്കും, കാരണം തീരുമാനം ദേവസേനാപതിയുടെ. യാഗം വളരെ വിജയകരമായി. ഇപ്പോൾ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച ആളുകളുടെയൊക്കെ കാര്യങ്ങൾ, ഫോട്ടോകളൊക്കെ പോസ്റ്റ് ചെയ്തു. എങ്കിലും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. ഒരുപാട് പേരുടെ
പങ്കാളിത്തവും സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ പേരെടുത്ത് പറയാൻ ആരൊക്കെയാണ് നമ്മുടെ ഈ യാഗത്തിൻ്റെ പിന്നണിയിൽ നമുക്ക് സഹായകരമായി അവിടെ ഉണ്ടായിരുന്നത്? നമുക്ക് തീർച്ചയായും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ടീം തന്നെ. കാരണം ഉം. ഉം, ഒരുപാട് സാമ്പത്തികമായിട്ട് ആവശ്യം ഉള്ളതാണ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ആൾക്കാർ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് സഹായിക്കണം കേട്ടോ, അങ്ങനെ ഒരു പരിപാടി, അതിന് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ് ലോകം മുഴുവനുള്ളവർ. ഉം. അവരുടെ സഹായം അത് വലിയൊരു സഹായമാണ്. ഉം. ഒപ്പം ഗ്രൗണ്ട് ഫോഴ്സ് ടീം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ള കുറേ ആൾക്കാർ. ഉം. IT ടീം, ഇവര് 3 വിഭാഗം. ഒപ്പം വിനോദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് അവിടെയാണ്. അപ്പോൾ അത് ആലോചിക്കുക, എത്രയോ കൊല്ലം മുമ്പ് അദ്ദേഹം അവിടെ സർവീസ് ഉണ്ടായിരുന്ന ഉം. ആർമിയിൽ. ഉം. ആ സമയത്ത് ഒരു പെൺകുട്ടീനെ കഴിച്ച് കല്യാണം കഴിച്ച് ഭാര്യ വീട് അവിടെ. എത്രയോ കാലം മുമ്പ് അത് തീരുമാനിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ ദൗത്യത്തിന് മുമ്പ് ആൾ ഫുൾ ടൈം ഒരാൾ മാസം മുമ്പ് അവിടെ ഇരുന്നിട്ട് ഗ്രൗണ്ട് വർക്ക് ഫുള്ളായി ചെയ്തുകൊണ്ടാണ് നമുക്ക് സുഖമായിട്ട് നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള വിനോദിനെ പോലുള്ള ആൾക്കാർ, പിന്നെ അവിടുത്തെ ലോക്കൽ, ഇപ്പോൾ വിനോദ ഭാര്യ വീട്ടുകാർ, അവരുടെ സഹായം, ലോക്കൽ ഗവൺമെൻറ്റിലത്തെ ഒഫീഷ്യലുടെ സഹായം, ഡൽഹിയിൽ നിന്ന് രാജീവേട്ടനെ പോലത്തെ ആൾക്കാർ, മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ടുള്ള ആർമിയിലേക്കുള്ള സഹായം, ആർമിക്കാരുടെ സഹായം, പിന്നെ അതിഥികളായി വന്ന അമൃതാനന്ദ ഉം. അവിടെ ആശ്രമം. ആശ്രമത്തിൽ നിന്ന് വന്ന ജഗ്ഗുസ്വാമി പോലുള്ളവരുടെ സാന്നിധ്യം, ഉം. മോഹൻജിയുടെ സാന്നിധ്യം, പിന്നെ ഇത്രയധികം കഷ്ടപ്പാടുകളൊന്നും നോക്കാണ്ട് അവിടെ എത്തിച്ചേർത്ത് അവൻ്റെ ഡ്യൂട്ടിക്ക് വന്ന ആയിരങ്ങളുടെ സാന്നിധ്യം, ലൈവിൽ കണ്ട 20,000, 26,000, 30,000 പേരുടെ ആൾക്കാരുടെ. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ലോകം മുഴുവനുള്ള ആൾക്കാരുടെ എത്രയോ രാജ്യങ്ങളിൽ നിന്ന് വന്നു. മലേഷ്യയിൽ നിന്ന് വന്നു, സിംഗപ്പൂരിൽ നിന്ന് വന്നു, ആസ്ട്രേലിയയിൽ നിന്ന് വന്നു, ദുബായ്, US നിന്നൊക്കെ വന്ന്, ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ ഇവരൊക്കെ ഇതിന് തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ഉണ്ടായി എന്നുള്ളതാണ് ഒരു ക്യാപ്റ്റൻ എന്നുള്ള ലെവലിൽ ഭഗവാന്റെ അനുഗ്രഹം. അവരോടൊക്കെ ഞാൻ ഏറ്റവും സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി പറയുക. ശരി, നമ്മൾ ഓരോ യാഗങ്ങൾ പൂർത്തിയാക്കി, പഞ്ചഭൂതങ്ങളുടെ ഓരോ യാഗം, ഭൂമിക്ക്, ജലത്തിന്, വായു എല്ലാം പൂർത്തിയാക്കിയപ്പോൾ രാജ്യത്ത് നിർണായക വഴിത്തിരിവുകൾ അതിനുശേഷമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യ ചൈന സംഘർഷങ്ങൾ പരിഹരിക്കപ്പെട്ടു, ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധജയം ഉണ്ടായി, ഇന്ത്യൻ കറൻസിക്ക് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയി, ഇന്ത്യ സാമ്പത്തികമായി മെച്ചപ്പെടുന്നു, ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് കുതിച്ചുയരുന്നു. ചോദിക്കുന്ന അതിബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിക്കുകയാണ്. ഈ യാഗത്തിന് ശേഷം എന്താണ് പ്രതീക്ഷിക്കുന്ന ഒരു സർപ്രൈസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതം നിയന്ത്രിക്കുന്ന ലോകം, അത് നമുക്ക് ഡയറക്റ്റ് അറിയണമെന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അല്ല, എനിക്ക് കാത്തിരിക്കാനൊന്നും ഞാൻ ക്ഷമയില്ലാത്ത ഒരാളാണ്. വേണ്ടി വരില്ല, അത് കണ്ടോണ്ടിരിക്കും. കാരണം നമ്മുടെ എല്ലാ റിസൾട്ടും അങ്ങനെയാണ്. അത് നേരെ നമുക്ക് ലോകം നിയന്ത്രിക്കുന്ന ഒരു ഭാരതത്തിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം അത് എല്ലാ രാജ്യത്തും ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം എന്നൊക്കെ ഭാരതം തീരുമാനിക്കുന്ന കാലത്തേക്കുള്ള യാത്ര തുടങ്ങി നമ്മൾ ഭാവം സഹായിച്ച്. ശരി, 5ാമത് യാഗമാണ് കഴിഞ്ഞത്. ഇതുവരെ ദൗത്യം പൂർത്തിയായിട്ടില്ല. ഒരു യാഗം കൂടി അവശേഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ആ യാഗം ടൈം എന്നുള്ള യാഗമാണ്, കാലം. ഉം. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പം എനിക്കൊന്നും ഇതുവരെ ഡയറക്ഷൻ ഒന്നും വന്നിട്ടില്ല. ഈ യാഗം എന്നുള്ള തുടർച്ചയായിട്ട് യാത്രകളും തുടർച്ചയായിട്ട് ഡ്യൂട്ടികളൊക്കെ വന്ന് എന്താ പറയുക, അത്രയും ഒരു ക്ഷീണിച്ച ആ ഒരു ടയേർഡാണ് ശരിക്കും. കുറച്ച് നാളൊന്നും മിണ്ടാണ്ടിരുന്ന് ഭഗവാനും ഞാനും എന്നുള്ള ലെവലിൽ. പിന്നെ ഈ സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജുകൾ അയക്കും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത്രയും തിരക്കുള്ള ദിവസങ്ങളിൽ എനിക്കത് സാധിക്കാറില്ല. കാരണം നമ്മുടെ അവിടെ ഭഗവാന്റെ ഡ്യൂട്ടിയാണ് വലുത്. അത് മാത്രമാണ് ഞാൻ ഇമേജ് ചെയ്തത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മറ്റേ കിളീനെ അമ്പെയ്യുന്ന അർജുൻ്റെ മാനസികാവസ്ഥ എനിക്ക്. കണ്ണ് മാത്രമേ കാണുള്ളൂ, ചുറ്റുള്ളത് കാണില്ല. അപ്പോൾ ആ രീതിയിലാണ് ഈ ദിവസങ്ങൾ നടന്നത്. ഇനി ആൾക്കാരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് അവർ അയക്കുന്ന മെസ്സേജിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറച്ച് നേരം ഭഗവാന്റെ ഒപ്പം കുറേ നേരം ഇങ്ങനെ സൈലൻ്റായിട്ട് ഇത്ര ദിവസങ്ങളിൽ അത് പറ്റുള്ളൂ ഇരിക്കണം. അങ്ങനെ ആ ഒരു പ്രഭാവലയത്തിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് മെല്ലെ അദ്ദേഹം തരുന്ന ഡ്യൂട്ടികൾ ഏറ്റെടുത്ത് അടുത്തതിലേക്ക് യാത്ര തുടങ്ങണം. അത് എന്താണെന്ന് അദ്ദേഹം പറയുമ്പോൾ മാത്രമേ, പതിനെട്ടാം പറയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഏതായാലും നമ്മുടെ യാഗം പൂർത്തിയാക്കിയ സമയത്ത് ലോകം ഇത്തിരി സമാധാനം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതായത് യുദ്ധക്കെടുതികൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അതെ. വൈകാതെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളായി എന്ന് കരുതുന്നു. ഏതായാലും നന്ദി.